പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ സഹായം എപ്പോഴും നീട്ടി തന്നുകൊണ്ട് സ്വർഗീയരുടെ ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, അതിനനുസരിച്ച് അങ്ങയെ കൂടെ നിർത്താൻ സ്വർഗബന്ധത്തില് എന്നും ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി കർത്താവേ, ഈ മക്കളെല്ലാവരെയും ഇവിടെ കുടുംബങ്ങളെയും മക്കളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനാവശ്യമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന്റെ ദൈവമക്കളുടെ കൂടെ എപ്പോഴും വസിച്ചുകൊണ്ടാണ് ദൈവം അവരെ നയിച്ചത്. അതാണ് മാനവ ചരിത്രം നമ്മൾ കാണുന്നത്. അങ്ങനെ ന്യായാധിപന്മാരിലൂടെ, ഒത്തിരിയേറെ രാജാക്കന്മാരിലൂടെ, ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിലൂടെയൊക്കെ ദൈവം അതിശക്തമായിട്ട് തന്റെ ജനത്തെ കൂടെ നടന്ന് നയിക്കാം. അവരെ നശിക്കാനോ തകർക്കാനോ തോൽപ്പിക്കാനോ പറ്റാത്ത വിധത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ആ ബാലാമിന്റെ ഒക്കെ പ്രവചനം പറഞ്ഞുണ്ടല്ലോ, അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. കാട്ടുപോത്തിൻ്റെതിന് സദൃശമായ കരുത്ത് അവർക്കുണ്ട്. ആഭിചാര്യം അവർക്ക് ഏൽക്കത്തില്ല, സുന്ദരവിദ്യ അവർക്ക് ഭരിക്കത്തില്ല. അക്കിയോർ പറയുന്നുണ്ട് യൂദത്തിന്റെ പുസ്തകത്തില്, അവരുടെ ദൈവമായ കർത്താവ് അവരെ രക്ഷിക്കും, അവരെ ദൈവമായ കർത്താവ് അവർ തോൽക്കാൻ ഇടയാക്കത്തില്ല. അങ്ങനെ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചും കർത്താവ് തന്റെ സാന്നിധ്യം അതുപോലെ ഉറപ്പിച്ചും വെളിപ്പെടുത്തി കൊടുത്തും വലിയ ശക്തിയോടെയാണ് ജനത്തെ നയിച്ചത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ അല്പസമയം ഈ ദാവീദിനെ കുറിച്ച് ചിന്തിക്കുക. ദാവീദ്, സാവൂള് ആദ്യത്തെ രാജാവ്, അവൻ ദൈവത്തോട് അവിശ്വസ്തത പുലർത്തിയപ്പോ കർത്താവ് ദാവീദിന്റെ കൂടെ നമ്മൾ കാണുന്നുണ്ട്. സാമുവേൽ പുസ്തകത്തില് കർത്താവ് ദാവീദിന്റെ കൂടെയാണെന്ന് അറിഞ്ഞപ്പോ സാവൂള് ദേഷ്യപ്പെട്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്തമെന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, കർത്താവ് കൂടെയുള്ളപ്പോ അവന്റെ പ്രവൃത്തികൾ മാറും. അതുകൊണ്ടാണ് ദാവീദിന്റെ കൂടെ കർത്താവ് ഉണ്ടായപ്പോ 1 സാമുവേൽ 17:47 ആ ഗോലിയാത്തിന് മുമ്പില് ദാവീദ് പറഞ്ഞിട്ടില്ലേ, ഇത് കർത്താവിന് യുദ്ധ, ഞാൻ ജയിക്കും. അതുപോലെ കർത്താവ് കൂടെയുണ്ടെന്നും യുദ്ധം ചെയ്യുമെന്നും ജയിപ്പിക്കുമെന്നും ഉറപ്പുള്ള വിധത്തിൽ ഈ ദാവീദിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അത് ദാവീദിന് കർത്താവ് അനുഭവവേദ്യമാക്കി കൊടുത്തു. അതുകൊണ്ടാ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയുക, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഭയങ്കര ബലല്ലത്, കർത്താവ് കൂടെ ഉണ്ട്. വീണ്ടും അദ്ദേഹം പറഞ്ഞുണ്ട്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കേണ്ടി വരുന്നതെങ്കിലും ഞാൻ പേടിക്കില്ല, കാരണം എന്റെ കർത്താവ് കൂടെയുണ്ട്. ഇവിടെ ഈ കൂടെയുള്ള കർത്താവിന് അതുപോലെ അനുഭവിച്ച് ജീവിച്ചപ്പോ അദ്ദേഹത്തിന് ജീവിതത്തിലെ പല പല പരാജയങ്ങള്, തകർച്ചകള്, പാപത്തിന്റെ വീഴ്ചകള് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ കർത്താവിന്റെ സാന്നിധ്യം വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ഉയർത്തി. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാനും മാനസാന്തരപ്പെടാനും പരാജയത്തില് നിരാശപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് ഉയർത്തെഴുന്നേൽക്കാനും ഒത്തിരി ഒളിച്ചോട്ടങ്ങളും അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളും ദാവീദിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഒരു പച്ച മനുഷ്യന് അനുഭവിക്കാവുന്ന എല്ലാ നാശങ്ങളും വീഴ്ചകളും തകർച്ചകളും പാപങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സാന്നിധ്യത്തില് അതിനൊക്കെ അതിജീവിച്ച ശക്തനായ ഒരു മനുഷ്യനാണ് ഈ ദാവീദ്. ഈ ദാവീദിന്റെ ഭവനത്തിലാണ് ഈശോ ജനിക്കാൻ ഇടയായത്. ദാവീദിന്റെ ഭവനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചപ്പോ ആ ദാവീദിന്റെ വംശപരമ്പരയിൽ കർത്താവ് ഈശോ മനുഷ്യാവതാരം ചെയ്യാൻ തിരുമനസ്സായി. അത്രമാത്രം ദാവീദിനെ സ്നേഹിച്ച കർത്താവ് അതുപോലെ തന്നെ കർത്താവിനെ സ്നേഹിച്ച ദാവീദും. ഇവിടെ
നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ പാപങ്ങളില്, നമ്മുടെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളില്, നമ്മുടെ ഓരോ വേദനകളില്, ഓരോ പ്രതിസന്ധികളില്, ഓരോ പ്രതികൂലങ്ങളില്, ശത്രുവിന്റെ ആക്രമണങ്ങളിലൊക്കെ ഈ കർത്താവിനെ കൂടെ നിർത്താൻ നമുക്കും ഇടയാകട്ടെ. തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ, നമ്മുടെ കൂടെ നിൽക്കാൻ. ദാവീദിന്റെ കൂടെ എന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. അതിനാണ് ഈശോ മനുഷ്യ അവതാരം ചെയ്ത് ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചത്. വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചത് ദൈവത്തിന്റെ സജീവ സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. തിരിച്ചറിവോടെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകം നമുക്ക് ഈ ദാവീദിന്റെ വലിയ മാതൃകയില് കർത്താവിനെ കൂടെ നിർത്തി, കർത്താവ് എന്റെ ഇടയൻ ആകുന്നു, ആകട്ടെ കർത്താവേ, ആ ഒരു ബന്ധം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ നമുക്കായിരിക്കാൻ വെച്ച് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ആടുകളെ ഞാൻ അറിയുന്നുവെന്ന്. ഇടയനെ പോലെ ഞങ്ങളെ സ്വന്തമാക്കി നയിക്കാനും ഞങ്ങൾക്ക് വേണ്ടത് നൽകാനുമൊക്കെ അങ്ങ് എപ്പോഴും തിരുമനസ്സായാലും. ആടുകൾ ഇടയ ബന്ധത്തില് അങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് അപരിചിതന്റെ സ്വരം കേൾക്കാതെ അങ്ങയെ അനുഗമിക്കുമ്പോ അങ്ങ് ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നവനാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കണ്ടോ ഇന്ന് ദാവീദിനെ. കർത്താവെ, അതുപോലെ അങ്ങയെ ഇടയനെ പോലെ കണ്ട് അങ്ങയുടെ സ്വന്തമായി ജീവിച്ചപ്പോഴൊക്കെ ദാവീദിനെ അവിടുന്ന് അനുഗ്രഹിച്ചു. കർത്താവെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവമക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ തിരുമനസ്സാകുന്ന ഇടയനാകുന്ന കർത്താവെ, അങ്ങയെ അറിഞ്ഞ് അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ചാണ് യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഇടയാകട്ടെ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവനെന്ന് ദാവീദ് പറയുമ്പോ സ്വന്തം ജീവിതത്തില് രുചിച്ചറിഞ്ഞ അനുഭവത്തിൽ നിന്നാണല്ലോ ദാവീദ് ഇങ്ങനെയൊക്കെ പറയുക. കർത്താവെ, അങ്ങയെ രുചിച്ചറിയാൻ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ, അങ്ങയുടെ ജീവൻ സ്വന്തമാക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആരാധനയില് ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ സമർപ്പിക്കുന്ന മേഖലകള്, ഇവിടെ പ്രിയപ്പെട്ട മക്കള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടയനായ കർത്താവെ, ഈ സമയം അങ്ങയുടെ ഇടയന്റെ വലിയ ദൗത്യം ഈ മക്കളില്, ഇവരുടെ കുടുംബത്തില് അങ്ങ് ഏറ്റെടുക്കണമേ. ആടുകളെ പോലെ അങ്ങയുടെ സ്വരം കേൾക്കാൻ, അപരിചിതനെ അനുസരിക്കാത്ത വിധം അങ്ങയുടെ പിന്നാലെ മാത്രം നടക്കാൻ അങ്ങയുടെ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങുമായുള്ള ആഴമായ ബന്ധം ഉറപ്പിച്ചുകൊണ്ട് ഇടയബന്ധത്തിന്റെ ആ ആഴത്തിൽ ആടുകൾ എന്ന പോലെ ഈശോയെ അങ്ങയുടെ മക്കൾ ആയിരിക്കട്ടെ. അതിനുവേണ്ടി ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും, ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും, ഇവരുടെ കുടുംബങ്ങള്, ഇവരുടെ മക്കള്, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ അഭിഷേകത്തിന്റെ ശക്തി സാന്നിധ്യം കൊണ്ട് നിറച്ച് നൽകണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കുന്നവരുണ്ട്. ഒത്തിരി വേദനയിൽ തകർന്നു പോയ മക്കള്, കുടുംബത്തിലെ കടബാധ്യതയിൽ നീറുന്ന മക്കള്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് കൂടെയുള്ള നല്ല ബോധ്യം ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദാവീദിനെ പോലെ പറയാൻ സാധിക്കട്ടെ. ഈശോയെ, കർത്താവ് എന്റെ ഇടയൻ ആകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഈശോയെ, പറയാൻ മാത്രമുള്ള ബന്ധം അങ്ങയുടെ മക്കൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ നൽകണമേ. നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ ഈ ശപിക്കപ്പെട്ട മണ്ണില് പല പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ പേടിക്കില്ല. കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് പ്രഘോഷിക്കാൻ, പ്രഖ്യാപിക്കാൻ ഇടയാകത്തക്ക വിധം ഞങ്ങളുടെ ബന്ധം അങ്ങയിൽ ആഴപ്പെടുത്തണമേ.
അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആഴപ്പെട്ട ബന്ധത്തില് ദിവ്യകാനസന്നിധിയില് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. മക്കളെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ ഈ ഒരു വലിയ അഭിഷേകം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നിറയട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ജീവിക്കുന്ന സാന്നിധ്യമായി അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.